ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം 24-ാമത്തെ അധ്യായം, അതിൽ 31-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ആ ശ്ലോകങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ ചതുർവിംശോऽധ്യായഃ. മൈത്രേയ ഉവാച. വിജിതാശ്വോധിരാജാസീത് പൃഥുപുത്രപൃഥുശ്രവാः യവീയോഭ്യോ ദദാൽ കാഷ്ഠ ഭ്രാതൃഭ്യോ ഭ്രാതൃവത്സലഃ. ഹര്യക്ഷായാദിശൽ പ്രാചീം ധൂമ്രകേശായ ദക്ഷിണാം പ്രതീജിം മൃഗസംജ്ഞായ തുര്യാം ദ്രവിണസേ വിഭുഃ. അന്തർധാനഗതിം ശക്രാലബ്ധ്വാന്തർധാന സംജ്ഞിതഃ അപത്യത്രയമാധത്ത ശിഖണ്ഡിന്യാം സുസമ്മതം. പാവകപവമാനശ്ച ശുചിരിത്യഗ്നയ പുരാ വസിഷ്ഠശാപാദുത്പന്നാഃ പുനര്യോഗഗതിം ഗതാഃ. അന്തർധാനോ നഭസ്വത്യാം ഹവിർധാനമവിന്ദദാ യ ഇന്ദ്രമശ്വഹർത്താരം വിദ്വാനപി ന ജഘ്നിവാൻ. രാജ്ഞാം വൃത്തിം കരാദാനദണ്ഡശുൽക്കാദി ദാരുണാം മന്യമാനോ ദീർഘസത്രവ്യാജേന വിസസർജഃ. തത്രാഭിഹംസം പുരുഷം പരമാത്മാനമാത്മദൃക് യജംസ്തം ലോകതാമാപ കുശലേന സമാധിന. ഹവിർധാനാദ്ധവിർധാനി വിദുരാസൂദഷട്സുതാൻ ബർഹിഷദം ഗയം ശുക്ലം കൃഷ്ണം സത്യം ജിതവ്രതം. യസ്യേദം ദേവയജനമനുയജ്ഞം വിതന്വതഃ പ്രാചീനാഗ്രൈഃ കുശൈരാസീദാസ്ത്രിതം വസുധാതലം. സാമുദ്രീം ദേവദേവോക്തമുപയേമേഷ തദ്രുതിം യാം വീക്ഷ്യ ചാരു സർവാംഗീം കിശോരീം സുഷ്ഠ്വലങ്കൃതാം പരിക്രമന്തീമുദ്വാഹേ ചകമേഗ്നിശ്ചുകീനിവ. വിബുധാസുരഗന്ധർവമുനിസിദ്ധനരോരഗാഃ വിജിതാഃ സൂര്യാദിക്ഷു കുണയന്തീവ നൂപുരൈഃ. പ്രാചീനബർഹിഷത്പുത്രാः ശതധൃത്യാം ദശാഭവൻ തുല്യനാമവ്രതാः സർവേ ധർമ്മസ്നാദാः പ്രചേതസഃ. പിത്രാദിഷ്ടാഃ പ്രജാസർഗേ തപസേ അർണവമാവിശൻ ദശവർഷസഹസ്രാണി തപസാർച്ചം തപസ്പതിം. യദുക്തം പഥിം ദൃഷ്ടേന ഗിരിശേന പ്രസീദത തദ്ധ്യായന്തോ ജപന്തശ്ച പൂജയന്തശ്ച സംയതാഃ. വിദുര ഉവാച. പ്രചേതസാം ഗിരിത്രേണ യഥാസീൽ പഥി സംഗമഃ യദുതാഃ ഹരപ്രീതസ്തന്നോ ബ്രഹ്മൻവദാർത്ഥവത്. സംഗമഃ ഖലു വിപ്രശ്രേ ശിവേനേഹ ശരീരിണാം ദുർലഭോ മുനയോ ദധ്യുരസംഗാദ്യമഭീപ്സിതം. ആത്മാരാമോപി യസ്ത്വസ്യ ലോകകൽപസ്യ രാധസേ ശക്ത്യാ യുക്തോ വിചരതി ഘോരയാ ഭഗവാൻ ഭവഃ. മൈത്രേയ ഉവാച. പ്രചേതസ പിതുർവാക്യം ശിരസാദായ സാധവഃ ദിശം പ്രതീജിം പ്രയയുസ്തപസ്യാധൃതചേതസഃ. സമുദ്രമുപവിസ്തീർണമപശ്യൻ സുമഹത്സരഃ മഹന്മനൈവ സ്വച്ഛം പ്രസന്നസലിലാശയം. നീലരക്തോൽപലാംഭോജ കൽഹാരേന്ദീവരാകരം ഹംസസാരസചക്രാഹ്വകാരണ്ഡവനികൂജിതം. മത്തഭ്രമരസൗസ്വര്യ ഹൃഷ്ടരോമലതാംഘ്രിപം പത്മകോശ രജോദിക്ഷു വിക്ഷിപത്പവനോത്സവം. തത്ര ഗാന്ധർവമാകർണ്യ ദിവമാർഗമനോഹരം വിസിസ്മ്യു രാജപുത്രാസ്തേ മൃദംഗപണവാദ്യനു. തർഹ്യേവ സരസസ്തസ്മാൻ നിഷ്ക്രാമന്തം സഹാനുഗം ഉപഗീയമാനമരപ്രവരം വിബുധാനുഗൈഃ. തപ്തഹേമനികായാഭം ശിതികണ്ഠം ത്രിലോചനം പ്രസാദസുമുഖം വീക്ഷ്യ പ്രണേമുർജാതകൗതുകാഃ. സ താൻ പ്രപന്നാർത്തിഹരോ ഭഗവാൻ ധർമ്മവത്സലഃ ധർമ്മജ്ഞാൻ ശീലസമ്പന്നാൻ പ്രീതാനുവാചഃ. ശ്രീരുദ്ര ഉവാച. യൂയം വേദിഷദഃ പുത്രാ വിദിതം വശ്ചികീർഷിതം അനുഗ്രഹായ ഭദ്രം വ ഏവം മേ ദർശനം കൃതം. യഃ പരം രംഹസഃ സാക്ഷാൽ ത്രിഗുണാജ്ജീവസംജ്ഞിതാദ് ഭഗവന്തം വാസുദേവം പ്രപന്നഃ സ പ്രിയോ ഹി മേ. സ്വധർമ്മനിഷ്ഠഃ ശതജന്മഭിः പുമാൻ വിരിഞ്ചതാം ഏതി തതഃ പരം ഹി മാം അവ്യാകൃതം ഭാഗവതോऽഥ വൈഷ്ണവം പദം യഥാഹം വിബുധാഃ കലാത്യയേ. അഥ ഭാഗവതായൂയം പ്രിയയാസ്ഥ ഭഗവാൻ യഥാ
ഭാഗവതാനാം ച പ്രയാനന്യോസ്തി കർഹിചിൽ ഇദം വിവിക്തം ജപ്തവ്യം പവിത്രം മംഗളം പരം നിശ്രേയസകരം ചാപി ശ്രൂയതാം തദ്വദാമി വഹ. അടുത്ത ശ്ലോകമാണ് ഇനി നമുക്ക് നോക്കാനുള്ള 32-ാമത്തെ. മൈത്രേയ ഉവാച. മൈത്രേയ മഹർഷി പറയാണ്, ഇത്യനുക്രോശഹൃദയോ ഭഗവാനാഹ താൻ ശിവഃ ബദ്ധാഞ്ജലിൻ രാജപുത്രാൻ നാരായണപരോ വചഃ. ഇത്യനുക്രോശഹൃദയോ ഭഗവാനാഹ താൻ ശിവഃ ബദ്ധാഞ്ജലിൻ രാജപുത്രാൻ നാരായണപരോ വചഃ. അങ്ങനെ ഇപ്രകാരം കൈകൂപ്പി നിൽക്കുന്ന കൈകൂപ്പി നിൽക്കുന്ന ആ രാജപുത്രന്മാരോട്, രാജപുത്രാൻ അനുക്രോശഹൃദയ, ദയാർദ്രമായിരിക്കുന്ന ഹൃദയത്തോടു കൂടിയവനും ഭഗവാനുമായിരിക്കുന്ന ശിവൻ, ആ ശ്രീരുദ്രൻ, നാരായണപരാഹ, ഭഗവദ്ധ്യാന നിരതനായിട്ട് ആ മന്ത്രവാക്യത്തെ, വാചഃ ആഹ, മന്ത്രവാക്യത്തെ അരുളി ചെയ്തു. അപ്പോൾ ഇപ്രകാരം ബദ്ധാഞ്ജലീൻ, കൈകൂപ്പി നിൽക്കുന്ന താൻ രാജപുത്രാൻ, ആ രാജപുത്രന്മാരോട്, ആ പ്രചേതസ്സുകളോട്, അനുക്രോശഹൃദയ, ദയാർദ്രമായിരിക്കുന്ന ഹൃദയത്തോട് കൂടിയിരിക്കുന്നവനും ഭഗവാനും ആയിരിക്കുന്ന ശിവൻ, ശ്രീരുദ്രൻ, നാരായണപരാഹ, ഭഗവദ്ധ്യാന നിരതനായിട്ട് വചഃ, ആ മന്ത്രവാക്യത്തെ അരുളി ചെയ്തു. ഇതിലത്തെ അന്വയം വന്നിട്ട് ഇതി ബദ്ധാഞ്ജലീൻ താൻ രാജപുത്രാൻ അനുക്രോശഹൃദയ ഭഗവാൻ ശിവഃ നാരായണപരഃ വചഃ ആഹ. എന്നുകൂടി പറയാം. ഇതി ബദ്ധാഞ്ജലീൻ താൻ രാജപുത്രാൻ അനുക്രോശഹൃദയ ഭഗവാൻ ശിവഃ നാരായണപരഃ വചഃ ആഹ. ഇപ്രകാരം ആ കൈകൂപ്പി നിൽക്കുന്ന രാജപുത്രന്മാരോട്, ആ ദയാർദ്രമായിരിക്കുന്ന ഹൃദയത്തോടു കൂടിയവനും ഭഗവാനും ആയിരിക്കുന്ന ശ്രീരുദ്രൻ, ആ ഭഗവദ്ധ്യാന നിരതനായിട്ട് ആ മന്ത്രവാക്യത്തെ ഉപദേശിച്ചു, അരുളി ചെയ്തു. അഞ്ജലി കൂപ്പി നിൽക്കുന്ന ആ രാജകുമാരന്മാർക്ക് ഭഗവാൻ ശ്രീപരമേശ്വരൻ ദയാപരനായിട്ട് ശ്രീനാരായണനാകുന്ന ദേവതയോടുകൂടിയ ആ രുദ്രഗീതം എന്ന ദിവ്യമന്ത്രത്തെ ഉപദേശിച്ചു. ഭഗവാൻ ആദിനാരായണമൂർത്തിയെ സ്മരിച്ചുകൊണ്ട് ഉപദേശിച്ചു എന്ന് അർത്ഥം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിനാൽ ഇങ്ങനെ ആ കരുണാപരവശനും നാരായണപരനുമായിരിക്കുന്ന ഭഗവാൻ ശിവൻ തൊഴുതുകൊണ്ട് നിൽക്കുന്ന ആ പ്രചേതസ്സുകളോട് പറഞ്ഞു. ഇപ്രകാരം ആ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന ആ കാരുണ്യത്തോടും ശ്രീനാരായണനിൽ പരമഭക്തിയോടും കൂടിയ ആ ഭഗവാൻ ശ്രീ ശിവൻ വിനയപൂർവം നമസ്കാരാദികൾ ചെയ്ത് ശിരസിൽ കൈകൂപ്പിക്കൊണ്ട് തൊഴുതു നിൽക്കുന്ന ആ രാജപുത്രന്മാരോട് പറഞ്ഞു. അതാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വ്യാഖ്യാനത്തിൽ എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. ഇത്യുക്ത്വാ ശിവോ, ഇപ്രകാരം ഇത്യുക്ത്വാ പറഞ്ഞിട്ട് ആ ശിവൻ, ഇത്യുക്ത്വാ ശിവൻ ബദ്ധാഞ്ജലീൻ, കൈകൂപ്പി നിൽക്കുന്ന താൻ ആഹാ രാജപുത്രന്മാരോട് പറഞ്ഞു എന്നുള്ളതാണ് വ്യാഖ്യാനം. ഇത്യുക്ത്വാ, ഇപ്രകാരം പറഞ്ഞിട്ട് ശിവൻ, ബദ്ധാഞ്ജലീൻ, കൈകൾ കൂപ്പി നിൽക്കുന്ന താൻ ആഹ ആ രാജപുത്രന്മാരോട് പറഞ്ഞു. ഇത്യുക്ത്വാ ശിവോ ബദ്ധാഞ്ജലീൻ താനാഹ, അതാണ് വ്യാഖ്യാനത്തിൽ. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. രുദ്രഗീതം ഉപദേശിക്കുകയാണ്. ശ്രീരുദ്ര ഉവാച, ശ്രീരുദ്രൻ ഉപദേശിക്കുകയാണ്. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുന്നതും ഇത് ഉപാസനയ്ക്കായിട്ട് എടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. നമ്മളുടെ ജീവിത വിജയത്തിനും ഭഗവാൻകൾക്ക് എത്തുന്നതിനുമൊക്കെ, നാരായണപരമായിരിക്കുന്ന ജീവിതം നയിക്കുന്നതിനും ഭാഗവത ധർമ്മത്തെ അനുഷ്ഠിക്കുന്നതിനുമൊക്കെ ഈ ശ്രീരുദ്രൻ ഉപദേശിച്ചിട്ടുള്ള ഈ രുദ്രഗീതത്തെ നമ്മൾ പഠിക്കുന്നത് കൊണ്ട് അത് അനുസന്ധാനം ചെയ്യുന്നത് കൊണ്ടും സാധ്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ശ്ലോകം നോക്കാം. വളരെ വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ജിതം ത ആത്മവിദ്ധുര്യ സ്വസ്തയേ സ്വസ്തിരസ്തു മേ ഭവതാ രാധസാരാദ്ധം സർവസ്മാ ആത്മനേ നമഃ. ജിതം ത ആത്മവിദ്ധുര്യ സ്വസ്തയേ സ്വസ്തിരസ്തു മേ ഭവതാ രാധസാരാദ്ധം സർവസ്മാ ആത്മനേ നമഃ.
തേ അങ്ങയുടെ ജിതം മേന്മ, ആത്മവിധുര്യസ്വസ്ഥയെ, ആ ആത്മജ്ഞാനികളുടെ ശ്രേയസ്സിനാണ് അങ്ങയുടെ ആ മേന്മ. അങ്ങയുടെ മേന്മ എന്ന് പറയുന്നത് ആ ആത്മജ്ഞാനികളുടെ ശ്രേയസ്സിനുള്ളതാണ് അങ്ങയുടെ മേന്മ. മേ മഹ്യം എനിക്ക്, സ്വസ്തി മംഗളം എനിക്ക് മംഗളം, അസ്തു ഉണ്ടാകണമേ എനിക്ക് മംഗളം ഉണ്ടാകണമേ. നിന്തിരുവടിയാൽ ആത്മാനന്ദത്താൽ സാധിക്കപ്പെട്ടു ആ സർവസ്വരൂപനായിരിക്കുന്ന നിന്തിരുവടിക്ക് നമസ്കാരം. എനിക്ക് മംഗളം ഉണ്ടാകണമേ. നിന്തിരുവടിയാൽ ആത്മാനന്ദത്താൽ ആത്മാനുഭൂതി സാധിക്കപ്പെട്ടു എന്നർത്ഥം. അങ്ങയുടെ കൃപ കൊണ്ട് എനിക്ക് ആത്മാനുഭൂതി സാധിക്കപ്പെട്ടു. അങ്ങനെയുള്ള സർവസ്വരൂപനായിരിക്കുന്ന നിന്തിരുവടിക്ക് നമസ്കാരം എന്നുള്ളതാണ്. അപ്പോൾ തേ അങ്ങയുടെ ജിതം മേന്മ, അജയം, ആത്മവിധുര്യസ്വസ്ഥയെ ആത്മജ്ഞാനികളുടെ ശ്രേയസ്സിനാണ് അങ്ങയുടെ ജയം എന്നർത്ഥം, അങ്ങയുടെ മേന്മ എന്നർത്ഥം. മേ മഹ്യം എനിക്ക്, സ്വസ്തി മംഗളം, അസ്തു ഉണ്ടാകണമേ. ഭവത നിന്തിരുവടിയാൽ, രാധസ നിന്തിരുവടിയാൽ, ആത്മാനന്ദത്താൽ ആത്മാനുഭൂതി, നിന്തിരുവടിയാൽ ആത്മാനന്ദം രാധം സാധിക്കപ്പെട്ടു. സർവസ്മൈ ആത്മനെ സർവസ്വരൂപനായിരിക്കുന്ന നിന്തിരുവടിക്ക് നമസ്കാരം. എന്നുകൂടി പറയാം. തേ അങ്ങയുടെ ജിതം മേന്മ, ആത്മവിധുര്യസ്വസ്ഥയെ ആത്മജ്ഞാനികളുടെ ശ്രേയസ്സിനാണ്. മേ മഹ്യം എനിക്ക്, സ്വസ്തി മംഗളം, അസ്തു ഉണ്ടാകണമേ. ഭവത നിന്തിരുവടിയിൽ, രാധസ ആ ആത്മാനുഭൂതി ആത്മാനന്ദം രാധം സാധിക്കപ്പെട്ടു. സർവസ്മൈ ആത്മനെ സർവസ്വരൂപനായ നിന്തിരുവടിക്ക് നമസ്കാരം. തന്വയം തേ ജിതം ആത്മവിധുര്യസ്വസ്ഥയെ മേ മഹ്യം സ്വസ്തി അസ്തു ഭവതാ രാധസ രാധം സർവസ്മൈ ആത്മനെ നമഃ. എന്നുകൂടി പറയാം. തേ ജിതം ആത്മവിധുര്യസ്വസ്ഥയെ മേ മഹ്യം സ്വസ്തി അസ്തു ഭവതാ രാധസ രാധം സർവസ്മൈ ആത്മനെ നമഃ. അങ്ങയുടെ മേന്മ ആ ആത്മജ്ഞാനികളുടെ ശ്രേയസ്സിനാണ്. എനിക്ക് മംഗളം ഉണ്ടാകണമേ. നിന്തിരുവടിയാൽ ആ ആത്മാനുഭൂതി സാധിക്കപ്പെട്ടു. അങ്ങനെയുള്ള സർവസ്വരൂപനായിരിക്കുന്ന നിന്തിരുവടിക്ക് നമസ്കാരം. അങ്ങയുടെ സർവോത്കൃഷ്ടമായിരിക്കുന്ന മേന്മ ആ ആത്മജ്ഞാനികളിൽ ശ്രേഷ്ഠന്മാരായവരുടെ ശ്രേയസ്സിന് വേണ്ടിയാണ്. എനിക്കും മംഗളം ഭവിക്കണമേ. പരമാനന്ദ സ്വരൂപനായിരിക്കുന്ന നിന്തിരുവടിക്ക് എല്ലാം സിദ്ധിച്ചിരിക്കുന്നു. അങ്ങനെ ആ സർവചരാചരങ്ങളുടെയും ആത്മാവായി വർത്തിക്കുന്ന നിന്തിരുവടിക്ക് നമസ്കാരം. സൃഷ്ടിയുടെ ആദികാലത്ത് ആ ബ്രഹ്മാവ് സ്വപുത്രന്മാർക്ക് ഉപദേശിച്ച സർവാഭീഷ്ടപ്രദമായിരിക്കുന്ന മന്ത്രമാണ് ഇവിടെ ശ്രീരുദ്രൻ പ്രചേതസ്സുകൾക്ക് ഉപദേശിക്കുന്നത്. അപ്പോൾ ബ്രഹ്മാവ് ആ സ്വന്തം പുത്രന്മാർക്ക്, മാനസപുത്രന്മാർക്ക് ഉപദേശിച്ച മന്ത്രമാണ് ഈ ശ്രീരുദ്രം. അതുതന്നെയാണ് ഈ ശ്രീരുദ്രൻ ആ പ്രചേതസ്സുകൾക്ക് ഉപദേശിക്കുന്ന അർത്ഥം. സൃഷ്ടിയുടെ ആദ്യകാലത്ത് ബ്രഹ്മാവ് സുപുത്രന്മാർക്ക് ഉപദേശിച്ച സർവാഭീഷ്ടപ്രദമായിരിക്കുന്ന മന്ത്രമാണ് ഈ രുദ്രഗീതം. ഇത് ശ്രീരുദ്രൻ പ്രചേതസ്സുകൾക്ക് ഉപദേശിക്കുന്നു. ഇനി വരുന്ന ആ 10 ശ്ലോകങ്ങൾ കൊണ്ട് ആ ഭഗവാൻ സർവചരാചരങ്ങളുടെയും ആത്മാവാണെന്ന് സ്ഥാപിച്ച് സ്തുതിക്കുന്നു. അപ്പോഴാണ് ആ ആത്മാനുഭൂതി ഉണ്ടാവണമെന്നർത്ഥം. അപ്പോൾ ശ്രീരുദ്രൻ പറയുകയാണ്, അങ്ങയുടെ ഉത്കർഷം ആ പരമജ്ഞാനികളുടെ ആനന്ദ സിദ്ധിക്കായിട്ടാണ് അങ്ങയുടെ ഉത്കർഷം. എനിക്ക് മംഗളം ഭവിക്കട്ടെ. പരമാനന്ദ സ്വരൂപനായ അങ്ങയാൽ സർവവും സദാ പ്രാപ്തമാണല്ലോ. അങ്ങനെ ആ സർവസ്വരൂപനും സർവാത്മാവുമായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. അപ്പോൾ ഗുരുപദേശം ഫലിക്കണം എന്നുണ്ടെങ്കിൽ ആ ഗുരുവിന്
ശിഷ്യവാത്സല്യം, ഭഗവത് ഭക്തി, ജ്ഞാനാദി പരിപൂർത്തി മുതലായിട്ടുള്ള ഗുണങ്ങളും ശിഷ്യന് ഗുരുഭക്തി, ഭഗവത് ഭക്തി മുതലായ ഗുണങ്ങളും ഉണ്ടായിരിക്കണം എന്ന് ആ രണ്ടാമത് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഭക്തൻ ഭഗവാന്റെ ഉത്കർഷത്തെ വർണ്ണിച്ചുകൊണ്ട് തനിക്ക് ആനന്ദത്തെ നൽകണമെന്ന് ആ ഭഗവാനോട് പ്രാർത്ഥിക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഉപദേശിക്കുന്നത്. ഹേ ഭഗവൻ, ആത്മാവിനെ അറിഞ്ഞിരിക്കുന്നവരിൽ വെച്ച് ഉത്കൃഷ്ടന്മാരായവരുടെ ആനന്ദത്തിനായിക്കൊണ്ട് അങ്ങ് സർവോത്കൃഷ്ടനായിട്ട് വർത്തിക്കുന്നു. അങ്ങനെ എനിക്കും ആനന്ദം ഭവിക്കണമേ. ആനന്ദമാകുന്ന സ്വരൂപത്താൽ തന്നെ അങ്ങയ്ക്ക് സർവവും സിദ്ധമായിരിക്കുന്നു. അതിനാൽ ആ ഭക്താനുഗ്രഹത്തിനായിട്ട് തന്നെ അങ്ങയുടെ മാഹാത്മ്യം വിളങ്ങുന്നു. അതാണ് ഇതിലെ അർത്ഥം പറയുന്നത്. അപ്പോൾ നമുക്ക് അതിലത്തെ വ്യാഖ്യാനം നോക്കാം. രുദ്രവാച, ഹേ ഭഗവൻ, തവ ഉത്കർഷ, അങ്ങയുടെ ഉത്കർഷം ആത്മവിദാം ആനന്ദലാഭായ, ആത്മജ്ഞാനികൾക്ക് ആനന്ദത്തിനായിട്ടുള്ളതാണ് അങ്ങയുടേതായിരിക്കുന്ന ഈ ഉത്കർഷം. അതോ മേ, അതുകൊണ്ട് അതിൽ നിന്നും എനിക്ക് ആനന്ദ സത്താസ്തു, എനിക്ക് ആത്മാനന്ദത്തെ ലഭിച്ചിരിക്കുന്നു. അങ്ങയിൽ നിന്നും അതോ മേ, എനിക്കും ആനന്ദ സത്താസ്തു, സത്തയെ മനസ്സിലായി. ത്വം, അവിടുന്ന് പരമാനന്ദരൂപേണ, പരമാനന്ദരൂപനായിട്ട് നിത്യം സ്ഥിതി ചെയ്യുന്നു. അതാണ് ഈ ആദ്യത്തെ ശ്ലോകത്തിൻ്റെ ഇതിൽ പറയണം. ഒന്നുകൂടി പറയാം. രുദ്രവാച, ഹേ ഭഗവാൻ, തവോത്കർഷ ആത്മവിദാം ആനന്ദലാഭായ, അങ്ങയുടെ ഉത്കർഷം ആത്മജ്ഞാനികൾക്ക് ആനന്ദത്തിനുള്ളതാണ്. അതോ മേ, എനിക്കും ആ ആത്മാനന്ദം സത്താസ്തു വന്ന് ഭവിക്കണമേ. എനിക്കും ആ ആനന്ദം വന്ന് ഭവിക്കണമേ. ആനന്ദ സത്താസ്തു അവിടുന്ന് ത്വം പരമാനന്ദരൂപേണ, അങ്ങ് പരമാനന്ദരൂപനായിക്കൊണ്ട് നിത്യം സ്ഥിതനാണ്. നിത്യം സ്ഥിത. ഒന്നുകൂടി പറയാം ആ വ്യാഖ്യാനം. ഹേ രുദ്രവാച, ഹേ ഭഗവൻ, തവോത്കർഷ ആത്മവിദാം ആനന്ദലാഭായ, അതോ മേ ആനന്ദസത്താസ്തു ത്വം പരമാനന്ദരൂപേണ നിത്യം സ്ഥിത. അപ്പം അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം നമഃ പങ്കജനാഭായ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനെ വാസുദേവായ ശാന്തായ കൂടസ്ഥായ സ്വരോചിഷേ. നമഃ പങ്കജനാഭായ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനെ വാസുദേവായ ശാന്തായ കൂടസ്ഥായ സ്വരോചിഷേ. നാഭിപ്രദേശത്ത് പത്മം ധരിച്ചവനും ആണ് നമഃപങ്കജനാഭായ. അതുപോലെ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനെ എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ, പഞ്ചതന്മാത്രകൾ, ദേശേന്ദ്രിയങ്ങൾ എന്നിവയുടെ ആത്മാവും ആയിരിക്കുന്നവനും, സ്വയം പ്രകാശിക്കുന്നവനും, നിർവികാരനായിട്ടും കൂടസ്ഥൻ, നിർവികാരനായിട്ടും ശാന്തനായിട്ടും വാസുദേവനും ആയിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. ഭഗവാനെയാണ്, ഭഗവാന്റെ വിശേഷണങ്ങളാണ് ഇവിടെ പറയുന്നത്. നമസ്കരിക്കുന്നു. പങ്കജനാഭായ, ആ പങ്കജത്തിൽ നിന്നും ആ നാഭിപ്രദേശത്ത് പത്മം ധരിച്ചവൻ, നാഭിപ്രദേശത്ത് പത്മം ധരിച്ചവനാണ് അവിടുത്തെ നമസ്കരിക്കുന്നു. ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനെ, ആ പഞ്ചഭൂതങ്ങൾ, ആ പഞ്ചതന്മാത്രകൾ, സൂക്ഷ്മേന്ദ്രിയങ്ങൾ, ഇവയ്ക്കൊക്കെ ആത്മാവായിട്ട് വർത്തിക്കുന്നവൻ ആണ് അവിടുന്ന്. ദശേന്ദ്രിയങ്ങൾ എന്നിവയുടെ ആത്മാവായവനും, അതുപോലെ വാസുദേവനായിട്ടും ശാന്തായ, ശാന്തസ്വരൂപനായിട്ടും കൂടസ്ഥായ, നിർവികാരൻ ആയിട്ടും സ്വരോജിഷ, സ്വയം പ്രകാശിക്കുന്നവനായിട്ടുമായിരിക്കുന്ന വാസുദേവനുമായിരിക്കുന്ന അങ്ങയ്ക്ക് നമഃ, നമസ്കാരം. അപ്പോൾ നമഃ പങ്കജനാഭായ. ആ പങ്കജനാഭായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഭിപ്രദേശത്ത് പത്മം ധരിച്ചവനും കാരണാത്മാവായും, പങ്കജനാഭായ എന്ന് പറഞ്ഞാൽ നാഭിപ്രദേശത്ത് പത്മം ധരിച്ചവനും കാരണാത്മാവായിട്ടും വർത്തിക്കുന്നവനും, ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനെ, പഞ്ചഭൂതങ്ങൾ, പഞ്ചതന്മാത്രകൾ, ദേശേന്ദ്രിയങ്ങൾ എന്നിവയുടെ ആത്മാവായവനും,
സ്വരോചിഷേ സ്വയം പ്രകാശിക്കുന്നവനും കൂടസ്ഥായ നിർവികാരനായിട്ടും ശാന്തായ ശാന്തനായും വാസുദേവായ വാസുദേവനും ആയ അങ്ങയ്ക്ക് നമഃ നമസ്കാരം. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് പങ്കജനാഭായ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനെ സ്വരോചിഷേ കൂടസ്ഥായ ശാന്തായ വാസുദേവായ നമഃ. ഒന്നുകൂടി പറയാം. പങ്കജനാഭായ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനെ സ്വരോചിഷേ കൂടസ്ഥായ ശാന്തായ വാസുദേവായ നമഃ. നാഭിപ്രദേശത്ത് പത്മം ധരിച്ചവനും കാരണാത്മാവായും പഞ്ചഭൂതങ്ങൾ പഞ്ചതന്മാത്രകൾ ദശേന്ദ്രിയങ്ങൾ എന്നിവയുടെ ആത്മാവായവനും സ്വയം പ്രകാശിക്കുന്നവനും നിർവികാരനായിട്ടും ശാന്തനായും വാസുദേവനും ആയിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. അപ്പോൾ പങ്കജനാഭനും ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മാവുമായ അങ്ങയ്ക്ക് നമസ്കാരം. ശാന്തനും കൂടസ്ഥനും സ്വരോചിസ്സും വാസുദേവനുമായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. സാമാന്യേന ആ ഭഗവാനെ നമസ്കരിച്ചതിന് ശേഷം വിശേഷ രൂപേണ നമസ്കരിക്കേണ്ടതായിരിക്കുന്ന ക്രമത്തെ ഉപദേശിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ലോകോൽപത്തിക്ക് കാരണമായിരിക്കുന്ന ആ താമരപ്പൂവിനെ നാഭിയിൽ ധരിച്ചിരിക്കുന്ന ആ ശ്രീനാരായണന് നമസ്കാരം. പിന്നെ പൃഥിവ്യാദി പഞ്ചമഹാഭൂതങ്ങൾ, ഗന്ധാദികളായിരിക്കുന്ന തന്മാത്രകൾ, ശ്രോത്രാദികളായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ, ഇവയുടെ നിയന്താതാവായിരിക്കുന്ന ഈശ്വരന് നമസ്കാരം. പിന്നെ ചിത്തത്തിൽ അധിവസിക്കുന്ന വാസുദേവന് നമസ്കാരം. സർവ ആ വിക്ഷേപങ്ങളിൽ നിന്നും ആ വേറിട്ടിരിക്കുന്ന ആ നിർവികാര ശാന്തസ്വരൂപനായിരിക്കുന്ന ആ ഭഗവാന് നമസ്കാരം. ഇതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൽ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞതെന്ന് നോക്കാം. അതുകൊണ്ട് ഏവം ഭൂതായ കമലനാഭായ, ഇപ്രകാരമുണ്ടായ കമലനാഭിയിൽ നിന്നും ഉണ്ടായിരിക്കുന്ന വാസുദേവായ, വാസുദേവനായിക്കൊണ്ട് ശാന്തായ, ശാന്തസ്വരൂപനായിക്കൊണ്ട് നമസ്കാരം എന്നുള്ളതാണ് പറഞ്ഞത്. അതഃ ഏവം ഭൂതായ, ഇപ്രകാരം ഭൂതനായിരിക്കുന്ന സംഭവിച്ച കമലനാഭായ, പത്മനാഭിയിൽ നിന്നും ആ ബ്രഹ്മാവ്, ആ പത്മനാഭി ഉണ്ടായിരിക്കുന്ന ആ ഭഗവാൻ, പത്മത്തെ നാഭിയിൽ ധരിച്ചിരിക്കുന്ന ഭഗവാൻ ആയിരിക്കുന്ന വാസുദേവായ, വാസുദേവനായിക്കൊണ്ട് ശാന്തസ്വരൂപിയായിരിക്കുന്ന ഭഗവാനായിക്കൊണ്ട് ശാന്തായ തേ നമഃ. അതഃ ഏവം ഭൂതായ കമലനാഭായ വാസുദേവായ ശാന്തായ. പിന്നെയും അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ തുടങ്ങുകയാണ്. പിന്നെ എങ്ങനെയുള്ള സംഘർഷണായ സൂക്ഷ്മായ, അടുത്ത ശ്ലോകമാണ്. സംഘർഷണായ സൂക്ഷ്മായ ദുരന്തായ അന്ധകായ ച നമോ വിശ്വപ്രബോധായ പ്രദ്യുമ്നായ അന്തരാത്മനെ. സംഘർഷണായ സൂക്ഷ്മായ ദുരന്തായ അന്ധകായ ച നമോ വിശ്വപ്രബോധായ പ്രദ്യുമ്നായ അന്തരാത്മനെ. സൂക്ഷ്മരൂപിയും സൂക്ഷ്മരൂപിയും അനന്തനും ദുരന്തായ അനന്തനായിരിക്കുന്ന അന്തമില്ലാത്തവൻ, അനന്തനും അന്ധകായച്ച അന്ധകനും ആയിരിക്കുന്ന, അന്ധകാരിയും ആയിരിക്കുന്ന അന്ധകായച്ച. അതുപോലെ സംഘർഷണൻ ആയിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. വിശ്വപ്രബോധായ, ലോകത്തിലെ ജ്ഞാനത്തിന് ആധാരമായവനാണ്, അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം. അന്തരാത്മനെ, ബുദ്ധിതത്വത്തിൻ്റെ അധിഷ്ഠാന ദേവതയായിരിക്കുന്ന ആ പ്രദ്യുമ്നന്, ബുദ്ധിതത്വത്തിൻ്റെ അധിഷ്ഠാന ദേവതയായിരിക്കുന്ന ആ പ്രദ്യുമ്നനും നമസ്കാരം. അപ്പം എല്ലാം സംഘർഷണനും പ്രദ്യുമ്നനും ഒക്കെ ഭഗവാനാണെന്നാണ് പറയുന്നത്. അപ്പോൾ സൂക്ഷ്മരൂപിയും ദുരന്തായ അനന്തനും അന്ധകായച്ച അന്ധകനും അന്ധകാരിയും ആയ സംഘർഷണനുമായ നമഃ, അങ്ങയ്ക്ക് നമസ്കാരം. വിശ്വപ്രബോധായ, ലോകത്തിലെ ജ്ഞാനത്തിന് ആധാരമായും അന്തരാത്മനെ, ബുദ്ധിതത്വത്തിൻ്റെ അധിഷ്ഠാന ദേവതയായും ആയ പ്രദ്യുമ്നനുമായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. അങ്ങയ്ക്ക് ഇവിടെ നമസ്കാരം പറയുന്നു. സൂക്ഷ്മരൂപിയും ദുരന്തായ,
അനന്തനും അന്തകായ ച അന്തകനും അന്തകാരിയും ആയിരിക്കുന്ന സംഘർഷണായ സംഘർഷണനുമായ നമഃ അങ്ങയ്ക്ക് നമസ്കാരം. വിശ്വപ്രബോധായ ലോകത്തിലെ ജ്ഞാനത്തിന് ആധാരമായും അന്തരാത്മനെ ബുദ്ധിതത്വത്തിൻ്റെ അധിഷ്ഠാന ദേവതയായും ആയിരിക്കുന്ന പ്രദ്യുമ്നനുമായ അങ്ങയ്ക്ക് നമഃ നമസ്കാരം. അതാണ് സംഘർഷണായ സൂക്ഷ്മായ ദുരന്തായ അന്തകായ ച നമോ വിശ്വപ്രബോധായ പ്രദ്യുമ്നായ അന്തരാത്മനെ. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് നിയന്താതാവായും മനസ്സിന് സൂക്ഷ്മനും ദുരന്തനും അന്തകനും സംഘർഷണനുമായ അങ്ങയ്ക്ക് നമസ്കാരം. വിശ്വപ്രബോധനം അന്തരാത്മാവും പ്രദ്യുമ്നനുമായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. ഇവിടെ എന്താ പറഞ്ഞതെന്ന് നോക്കാം. നാശരഹിതനും സ്വമുഖാഗ്നിയാൽ പ്രളയകാലത്തിൽ ലോകത്തെ ദഹിപ്പിക്കുന്നവനും അഹങ്കാരത്തിൻ്റെ അധിഷ്ഠാന ദേവതയും അഹങ്കാരത്തിൽ നിന്നും വേർതിരിച്ചറിയുവാൻ സാധിക്കാത്ത വിധം സൂക്ഷ്മസ്വരൂപനുമായിരിക്കുന്ന സംഘർഷണനും നമസ്കാരം. ബുദ്ധിയുടെ അധിഷ്ഠാന ദേവതയും ബോധസ്വരൂപനും അന്തരാത്മാവുമായിരിക്കുന്ന ആ പ്രദ്യുമ്നന് നമസ്കാരം. അപ്പോൾ ഇവിടെ ആ വ്യാഖ്യാനത്തിൽ സംഘർഷണനും വിശ്വപ്രബോധായ വിശ്വത്തിന് ആ ജ്ഞാനത്തെ ഉപദേശിക്കുന്നവനും ആയ പ്രദ്യുമ്നനായവനും ആയ അങ്ങയ്ക്ക് തേ നമഃ. സംഘർഷണായ വിശ്വപ്രബോധായ പ്രദ്യുമ്നായ തേ നമഃ. ഇതാണ് വ്യാഖ്യാനം. സംഘർഷണനും വിശ്വപ്രബോധനും ആയിരിക്കുന്ന പ്രദ്യുമ്നന് നമസ്കാരം. സംഘർഷണനും വിശ്വപ്രബോധനായിരിക്കുന്ന പ്രദ്യുമ്നനും വിശ്വപ്രബോധായ പ്രദ്യുമ്നായ തേ നമഃ. വ്യാഖ്യാനം സംഘർഷണായ വിശ്വപ്രബോധായ പ്രദ്യുമ്നായ തേ നമഃ അതാണ് അതിലത്തെ വ്യാഖ്യാനത്തിൽ. അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ നമോ നമോനിരുദ്ധായ. അപ്പോൾ ഇനി അടുത്ത ചതുർവ്യൂഹ അവതാരത്തിൽ അടുത്ത അവതാരം അനിരുദ്ധൻ. അപ്പോൾ ശ്രീകൃഷ്ണൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ 4 ആളുടെ പേരുമായി. നമോ നമോനിരുദ്ധായ അനിരുദ്ധന് നമസ്കാരം. ഋഷികേശേന്ദ്രിയാത്മനെ ആ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തകൻ, അതിൻ്റെ അധിപൻ ആയിരിക്കുന്ന ആളാണ് ആ അനിരുദ്ധൻ. അങ്ങനെയുള്ള അനിരുദ്ധന് നമസ്കാരം. വീണ്ടും വീണ്ടും നമസ്കാരം. പിന്നെ പരമഹംസായ പരമഹംസൻ പദവിയിലിരിക്കുന്ന അങ്ങക്ക് പൂർണ്ണനും നിഭൃതാത്മനെ ക്ഷയവൃത്തിശൂന്യനും ആ പരമഹംസരൂപേണ നമ്മൾ സൂര്യരൂപേണ സ്ഥിതി ചെയ്യുന്നവനുമായിരിക്കുന്ന അങ്ങക്ക് നമസ്കാരം. അപ്പോൾ ഋഷികേശേന്ദ്രിയാത്മനെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തകനും അധിപനും അനിരുദ്ധനും ആയ അങ്ങക്ക് നമോ നമഃ. വീണ്ടും വീണ്ടും നമസ്കാരം. പൂർണ്ണനും നിഭൃതാത്മനെ ക്ഷയവൃദ്ധിശൂന്യനും പരമഹംസായ സൂര്യരൂപേണ സ്ഥിതി ചെയ്യുന്നവനുമായിരിക്കുന്ന അങ്ങക്ക് നമസ്കാരം. ഒന്നുകൂടി പറയാത്ത പദങ്ങൾ. ഋഷികേശേന്ദ്രിയാത്മനെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തകനും അധിപനും ആയിരിക്കുന്ന അനിരുദ്ധനായ അങ്ങയ്ക്ക് നമോ നമഃ. വീണ്ടും വീണ്ടും നമസ്കാരം. പൂർണ്ണനും നിഭൃതാത്മനെ ക്ഷയവൃദ്ധിശൂന്യനും പരമഹംസായ സൂര്യരൂപേണ സ്ഥിതി ചെയ്യുന്നവരുമായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. അതാണ് നമോ നിരുദ്ധായ ഋഷികേശേന്ദ്രിയാത്മനെ പരമഹംസായ പൂർണ്ണായ നിഭൃതാത്മനെ. അപ്പോഴത്തെ അന്വയം വന്നിട്ട് ഋഷികേശേന്ദ്രിയാത്മനെ അനിരുദ്ധായ നമോ നമഃ. പൂർണ്ണായ നിഭൃതാത്മനെ പരമഹംസായ തേ നമോ നമഃ. ശ്രീകേശേന്ദ്രിയാത്മനെ അനിരുദ്ധായ നമോ നമഃ. പൂർണ്ണായ നിഭൃതാത്മനെ പരമഹംസായ നമഃ. ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തകനും അധിപനും
ആയിരിക്കുന്ന അനിരുദ്ധനുമായ അങ്ങയ്ക്ക് നമസ്കാരം. അനിരുദ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് ഇവിടെ പറഞ്ഞിരിക്കുക. ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തകനും അധിപനും അതുപോലെ പൂർണ്ണനും ക്ഷയവൃദ്ധി ശൂന്യനും സൂര്യരൂപേണ സ്ഥിതി ചെയ്യുന്നവനുമായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. അപ്പം ലോകപത്മം നാഭിയിൽ ധരിച്ചവനായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. പഞ്ചഭൂതങ്ങൾ, പഞ്ചതന്മാത്രകൾ, പഞ്ചേന്ദ്രിയങ്ങൾ എന്നിവയ്ക്കെല്ലാം നിയന്താതാവായിരിക്കുന്ന നിന്ദ്രപടിക്ക് നമസ്കാരം. ശാന്തനും വികാരഹീനനും സ്വയമേവ പ്രകാശിക്കുന്നവനും ചതുർവ്യൂഹ സങ്കല്പത്തിൽ വാസുദേവമൂർത്തിയും ആയിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. അവ്യക്തനും അനന്തനും സംഹാരകർത്താവുമായിരിക്കുന്ന സംഘർഷണമൂർത്തി സ്വരൂപേണ വർത്തിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. ലോകത്തിന് മുഴുവൻ ചൈതന്യം പ്രദാനം ചെയ്യുന്നവനും ബുദ്ധിയുടെ അധിഷ്ഠാന ദേവതയുമായിരിക്കുന്ന പ്രദ്യുമ്നമൂർത്തിത്വേന വർത്തിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. ഇന്ദ്രിയങ്ങളുടെ നിയന്താതാവായിട്ട് അനിരുദ്ധമൂർത്തിത്വേന വിരാജിക്കുന്ന അങ്ങയ്ക്ക് അനേകമനേകം നമസ്കാരം. ക്ഷയവൃദ്ധി ശൂന്യനും തേജസ് കൊണ്ട് സർവവ്യാപിയും സൂര്യരൂപേണ വിരാജിക്കുന്നവനുമായിരിക്കുന്ന നിന്തിരുവടിക്ക് നമസ്കാരം. ചതുർവ്യൂഹത്തിലെ മൂർത്തികളെന്നറിയപ്പെടുന്ന വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നിവരെയും സൂര്യദേവനെയുമാണ് ഈ ശ്ലോകത്തിൽ സ്തുതിക്കുന്നത്. ചതുർവ്യൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു സഹസ്രനാമ ഭാഷ്യത്തിലെ ചതുരാത്മാ ചതുർവ്യൂഹ എന്നതിൽ ആ വ്യൂഹ്യാത്മാനം ചതുർധ വൈ വാസുദേവാദിമൂർത്തിഭി സൃഷ്ട്യാദീൻ പ്രകരോത്യേഷ വിശ്രുതാത്മാ ജനാർദ്ദന. ഇങ്ങനെ ആ വ്യാസവചനം കൊണ്ട് ചതുർവ്യൂഹ എന്ന് ആ ആചാര്യസ്വാമികൾ പറയുന്നു. ഉത്പത്തി സംഭവാത് എന്ന ആ വേദാന്ത സൂത്രത്തിൻ്റെ ഭാഷ്യത്തിലെ ചതുർവ്യൂഹ വ്യവസ്ഥയെ എന്തെന്ന് ആചാര്യസ്വാമികൾ വ്യക്തമാക്കുന്നുണ്ട്. ആ തത്വം അദ്വൈതികൾക്ക് സ്വീകാര്യമല്ലെന്നാണ് സിദ്ധാന്തമെങ്കിലും ഇതിനെപ്പറ്റി ഒരു പഠനത്തിന് ആചാര്യസ്വാമികളുടെ ഭാഷ്യം ഉപകരിക്കും. കേവല ജ്ഞാനമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ വാസുദേവൻ, കേവലം ആ ജ്ഞാനമൂർത്തിയായിരിക്കുന്നത് ആ ഭഗവാൻ വാസുദേവൻ മാത്രമാണ്. അതാണ് പരമാർത്ഥ തത്വം. അവിടുന്ന് നാലായി പിരിഞ്ഞ് വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്ന വ്യൂഹരൂപേണ സ്ഥിതി ചെയ്യുന്നു. വാസുദേവൻ പരമാത്മാവും സംഘർഷണൻ ജീവനും. വാസുദേവൻ പരമാത്മാവും സംഘർഷണൻ ജീവനും. പ്രദ്യുമ്നൻ മനസ്സും അനിരുദ്ധൻ അഹങ്കാരവുമാണ്. ഇതൊക്കെ നിങ്ങൾ എഴുതി വെക്കണം, വളരെ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഈ 4 തത്വങ്ങളാണ് അവിടെ വരുന്നത്. വാസുദേവൻ പരമാത്മാവ്, സംഘർഷണൻ ജീവൻ, പ്രദ്യുമ്നൻ മനസ്സ്, അനിരുദ്ധൻ അഹങ്കാരവുമാണ്. അപ്പോൾ ഭഗവാനേവ ഈകോ വാസുദേവോ നിരഞ്ജന ജ്ഞാനസ്വരൂപ പരമാർത്ഥതത്വം സ ചതുർത്ഥാത്മാനം പ്രവിഭജ്യ. അതിനെ ആ വിഭജിച്ചിട്ട് പ്രതിഷ്ഠിച്ചതാണ് വാസുദേവ വ്യൂഹരൂപേണ. വാസുദേവ വ്യൂഹരൂപമായിരിക്കുന്ന ഈ സംഘർഷണ വ്യൂഹരൂപേണ, പ്രദ്യുമ്ന വ്യൂഹരൂപേണ, അനിരുദ്ധ വ്യൂഹരൂപേണ വാസുദേവായ നാമ പരമാത്മോച്യതേ. വാസുദേവ പരമാത്മാവിനെയാണ് പറയുന്നത്. സംഘർഷണോ നാമ ജീവ. സംഘർഷണൻ പ്രദ്യുമ്നൻ എന്ന് പറയുന്നത് സംഘർഷണൻ എന്ന് പറയുന്നത് ജീവനാണ്. പ്രദ്യുമ്നോ നാമ മനഃ. പ്രദ്യുമ്നൻ എന്ന് പറയുന്നത് മനസ്സാണ്. അനിരുദ്ധോ നാമ അഹങ്കാര. ഇതൊക്കെ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിലാണ്. അനിരുദ്ധൻ എന്ന് പറയുന്നത് അഹങ്കാരത്തെയാണ്. ഇത്യാദി ഭാഗവതത്തിലും ഈ 4 മൂർത്തികളെയാണ് സ്തുതിക്കുന്നത്. വാസുദേവൻ എന്ന ശബ്ദത്തിന് വിഷ്ണു സഹസ്രനാമ ഭാഷ്യത്തിൽ ആചാര്യസ്വാമികൾ 3 പ്രകാരത്തിൽ അർത്ഥം നൽകുന്നുവെന്നും ചതുർവ്യൂഹത്തിലെ വാസുദേവൻ ആധിദൈവികമായിരിക്കുന്ന നാമമാണെന്നും ധ്രുവോപാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് 4-ാമത്തെ സ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായത്തിലെ 54-ാമത്തെ ശ്ലോകത്തിൽ ഇവിടെ ആ പറഞ്ഞ പ്രകാരം വാസുദേവൻ ഭൂതസൂക്ഷ്മേന്ദ്രിയങ്ങളുടെ ആത്മാവും ശാന്തനും കൂടസ്ഥനും നിർവികാരൻ സ്വയം ജ്യോതിസ്വരൂപനും ആണ്. അപ്പോൾ ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെയുള്ള എല്ലാ ജീവികളുടെയും ബുദ്ധിയെ പ്രവർത്തിപ്പിക്കുന്നവനത്രേ കൂടസ്ഥൻ. അപ്പോൾ ബ്രഹ്മാദി പിപീലികാപര്യന്തം സർവപ്രാണി ബുദ്ധിശ്രവശിഷ്ടതയോപലഭ്യമാന സർവപ്രാണി ബുദ്ധിസ്ഥോ യഥാ തഥാ കൂടസ്ഥ ഇത്യുച്യതേ. സർവസാരോപനിഷത്തിൽ പറയുന്നുണ്ട്. സംഘർഷണൻ സൂക്ഷ്മസ്വരൂപനും നാശമില്ലാത്തവനും സംഹാരമൂർത്തിയും ആണ്. പ്രദ്യുമ്നൻ അന്തര്യാമിയും ജ്ഞാനസ്വരൂപനും അത്രേ. ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതയാണ് അനിരുദ്ധൻ. അപ്പോൾ ഭഗവാൻ ആദിത്യനാണ്. ആ ആദിത്യൻ പൂർണ്ണനും ക്ഷയവൃദ്ധികളില്ലാത്തവനും അത്രേ. ഹംസൻ എന്നാൽ സൂര്യൻ എന്നാണ് അർത്ഥം. ഹംസഃ സ്യാൻ മാനസൗകസി നിർലോഭ നൃപവിഷ്ണു അർക്കേ എന്ന് ആ മേദിനി വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. ഹംസഃ സ്യാൻ മാനസൗകസി, മാനസ സരസിൽ നിർലോഭ നൃപവിഷ്ണു അർക്കേ. അങ്ങനെ
വിരാജിക്കുന്ന ആ വിഷ്ണു, ഭഗവാൻ അർക്കനായിരിക്കുന്ന വിഷ്ണു. പരമഹംസൻ എന്നാണ് അതിൻ്റെ അർത്ഥം. പരമഹംസൻ എന്നാൽ പരമനായിരിക്കുന്ന ആദിത്യൻ അഥവാ സാക്ഷാത് സൂര്യദേവൻ എന്നാണ് പറയുന്നത്. ദ്വാദശ സ്കന്ധത്തിൽ 11-ാമത്തെ അധ്യായത്തിലെ ഏക ഏവ ഹി ലോകാനാം സൂര്യ ആത്മാതികൃദ്ധരി, ഈ ലോകത്തിന് മുഴുവൻ സൂര്യനായിരിക്കുന്ന ആത്മാദി സൂര്യൻ ആത്മാതികൃത് ഹരി, ആത്മാവും ഹരിയും ആയിരിക്കുന്ന മുതൽ ആ ഭാഗങ്ങളിൽ മഹാവിഷ്ണുവിനെ ആദിത്യ രൂപത്തിൽ വർണ്ണിക്കുന്നുണ്ടല്ലോ. ദേവതകളിൽ ഏറ്റവും ശ്രേഷ്ഠ്യം ആദിത്യനാണെന്ന് ആ ഭവിഷ്യപുരാണത്തിൽ പറയുന്നുണ്ട്. പ്രത്യക്ഷം ദേവതാ സൂര്യോ ജഗച്ഛക്ഷുർദിവാകര തസ്മാത് അഭ്യധികാദിദേവതാ നാസ്തി ശാശ്വതി. ഭവിഷ്യത് പുരാണത്തിൽ പറയേണ്ടത് സൂര്യോ എന്താ പറയുന്നത്? പ്രത്യക്ഷം ദേവതാ സൂര്യോ ജഗച്ഛക്ഷുർദിവാകര തസ്മാത് അഭ്യധികാകാചിദ്ദേവതാ നാസ്തി ശാശ്വതി. ഇത് ഭഗവത് വാക്യമാണ്. ഗായത്രി മന്ത്രത്തിൻ്റെ പൊരുളും ഇത് തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അവസാനത്തെ ശ്ലോക ഇന്ദ്രിയങ്ങൾക്ക് നിയന്താതാവും മനസ്സിന് അധിഷ്ഠാനമൂർത്തിയുമായിരിക്കുന്ന അങ്ങയ്ക്ക് അനേക നമസ്കാരം. പൂർണ്ണനും നിഭൃതാത്മാവും പരമഹംസനുമായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. അപ്പോൾ ഇവിടെ ഇന്ദ്രിയാദികളുടെ നാഥനായിരിക്കുന്ന മനസ്സിൻ്റെ പ്രേരകനായിരിക്കുന്ന അനിരുദ്ധന് നമസ്കാരം. കിരണങ്ങളാൽ സർവത്ര നിറഞ്ഞിരിക്കുന്നവനും ക്ഷയവൃദ്ധി കൂടാതെ എന്നും ഒരുപോലെ ഇരിക്കുന്നവനും സ്വർഗപ്രാപ്തിക്കും മോക്ഷപ്രാപ്തിക്കും കാരണമായിരിക്കുന്നവനും കർമ്മങ്ങളെ നടത്തുവാൻ ഉപകരിക്കുന്ന ആ കലാകാഷ്ഠാദികളായിരിക്കുന്ന കാലങ്ങളുടെ സ്വരൂപഭൂതനും സർവപ്രാണികളുടെ അന്ധകരണത്തിൽ സ്വസ്വരൂപനായിരിക്കുന്ന ആ ഭഗവാനും ആയിക്കൊണ്ട് എല്ലായ്പ്പോഴും നമസ്കാരം എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ ആ സകലവിധ ആ സ്വരൂപ ഗുണങ്ങളെയും ഇവിടെ പറയുന്നു. അതിനൊക്കെ ആയിട്ട് നമസ്കാരവും പറയുന്നു. അപ്പോൾ സംഘർഷണായ വിശ്വപ്രബോധായ പ്രദ്യുമ്നായ തേ നമഃ എന്ന് പറഞ്ഞിട്ട് അടുത്ത വ്യാഖ്യാനത്തിൽ അനിരുദ്ധായ സൂര്യായ, അനിരുദ്ധനും സൂര്യനും പൂർണ്ണനും ആയിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. ഇതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അനിരുദ്ധായ സൂര്യായ പൂർണ്ണായ തേ നമഃ. അപ്പോൾ അടുത്ത ഒരു ശ്ലോകം കൂടി ഉണ്ട് അതിൽ ഈ പറഞ്ഞ അർത്ഥങ്ങളിൽ വരുന്നതിൽ. സ്വർഗാപവർഗദ്വാരായ 37-ാമത്തെ സ്വർഗാപവർഗദ്വാരായ, അതായത് സ്വർഗങ്ങൾക്കും അപവർഗത്തിനും മോക്ഷത്തിനും സ്വർഗത്തിനും മോക്ഷത്തിനും കാരണനായിരിക്കുന്ന നിത്യനായിരിക്കുന്ന ശുചിഷദേ, നിത്യനായിരിക്കുന്ന അതുപോലെ അന്ധകരണത്തിൽ വസിക്കുന്നവൻ ശുചിഷദേ നമോ ഹിരണ്യവീര്യായ, ഹിരണ്യമാകുന്ന വീര്യം ഉള്ളവന്, ഹിരണ്യഗർഭൻ എന്നാണ് പറയുക. ഹിരണ്യമാകുന്ന വീര്യമുള്ളവനും ആയിരിക്കുന്ന ചാതുർഹോത്രായ, ചാതുർഹോത്രന് നമസ്കാരം. അപ്പോൾ സ്വർഗാപവർഗദ്വാരായ നിത്യം ശുചിഷതേ നമഃ നമോ ഹിരണ്യവീര്യായ ചാതുർഹോത്രായ തണ്ടവേ. അപ്പോൾ എല്ലാമായിരിക്കുന്ന ഭഗവാൻ നമസ്കാരം. ശുചിഷതേ അന്ധകരണത്തിൽ വസിക്കുന്നവനും, ചാതുർഹോത്രായ ഹിരണ്യവീര്യായ തന്തവേ അതിനെ വിപുലീകരിക്കുന്നവനും, ഹിരണ്യവീര്യായ ഹിരണ്യമാകുന്ന വീര്യമുള്ളവനും, അഗ്നി സ്വർഗാപവർഗദ്വാരായ സ്വർഗത്തിലേക്കും മുക്തിയിലേക്കുമുള്ള പ്രവേശനദ്വാരവുമായിരിക്കുന്ന ഭഗവാന് നിത്യം എപ്പോഴും നമോ നമഃ 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 വീണ്ടും വീണ്ടും നമസ്കാരം. ഒന്നുകൂടി പറയാം. ശുചിഷദേ അന്ധകരണത്തിൽ വസിക്കുന്നവനും, ചാതുർഹോത്രനും തന്തവേ അതിനെ വിപുലീകരിക്കുന്നവനും, ഹിരണ്യവീര്യായ ഹിരണ്യമാകുന്ന വീര്യമുള്ളവനും, അഗ്നി സ്വർഗാപവർഗദ്വാരായ സ്വർഗത്തിലേക്കും മുക്തിയിലേക്കുമുള്ള പ്രവേശനദ്വാരവുമായിരിക്കുന്ന ഭഗവാന് നിത്യം എപ്പോഴും നമഃ നമഃ വീണ്ടും വീണ്ടും നമസ്കാരം. അതിലത്തെ അന്വയം വന്നിട്ട് ശുചിഷദേ ചാതുർഹോത്രായ തന്തവേ ഹിരണ്യവീര്യായ സ്വർഗാപവർഗദ്വാരായ നിത്യം
നമഃ നമഃ. എന്നും കൂടി പറയാം. ശുചിഷദേ ചാതുർഹോത്രായ തന്തവേ ഹിരണ്യവീര്യായ അഗ്നി സ്വർഗാപവർഗദ്വാരായ നിത്യം ശുചിഷദേ നമഃ നമഃ. ആ അന്ധക്കരണത്തിൽ വസിക്കുന്നവനും ചാതുർഹോത്രനും അതിനെ വിപുലീകരിക്കുന്നവനും ഹിരണ്യമാകുന്ന ആ വീര്യമുള്ളവനും അതുപോലെ സ്വർഗത്തിലേക്കും മുക്തിയിലേക്കും പ്രവേശനദ്വാരവുമായിരിക്കുന്ന ഭഗവാന് നിത്യം എപ്പോഴും വീണ്ടും വീണ്ടും നമസ്കാരം. സ്വർഗം മോക്ഷം എന്നിവ പ്രാപിക്കാൻ കാരണഭൂതനും ശുദ്ധമായ അന്ധകരണത്തിൽ വസിക്കുന്നവനുമായിരിക്കുന്ന നിന്തിരുവടിക്ക് നമസ്കാരം. അഗ്നിസ്വരൂപനും യജ്ഞകർമ്മങ്ങളുടെ ബീജവും ആയിരിക്കുന്ന ആ ചാതുർഹോത്ര സ്വരൂപിയും അതിനെ നാനാവിധം യജ്ഞരൂപത്തിൽ വിപുലീകരിക്കുന്നവനുമായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം എന്നർത്ഥം. രുദ്രഗീതം മിക്കവാറും വേദം തന്നെയാണ്. വേദത്തിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. സ്വർഗപ്രാപ്തിക്കും മോക്ഷപ്രാപ്തിക്കും ഉപയുക്തമായിരിക്കുന്ന കവാടം എന്ന ആ പ്രഥമ പാദത്തിൻ്റെ അർത്ഥം. ശുചിന്യന്തക്കരണേ നിഷീദതീതി ശുചിഷ തസ്മൈ എന്ന ശ്രീധരീത്തിലെ ശുദ്ധമായിരിക്കുന്ന അന്ധകരണത്തിൽ ഇരിക്കുന്നവനാണ് ശുചിഷത്ത്. ശുദ്ധമായിരിക്കുന്ന അന്ധകരണത്തിൽ ഇരിക്കുന്നവനാണ് ശുചിഷത്ത് അദ്ദേഹത്തിന് എന്നർത്ഥം. തുടർന്ന് ഹംസഹ ശുചിഷത്ത് എന്ന് പറയുന്നുണ്ട്. ശ്രുതേഹെ എന്ന ശ്രുതിവാക്യം ആ ശ്രീധരാചാര്യസ്വാമികൾ ഉദ്ധരിക്കുന്നു. എല്ലാം ഒന്ന് തന്നെ. ഇത് നാരായണോപനിഷത്തിലുണ്ട്. ഇതിൻ്റെ പൂർണ്ണരൂപം ഹംസഹ ശുചിഷത് അസുര ശുചിഷദ്വസുര അന്തരിക്ഷസദ്ഹോതാ വേദ ഹോതാ വേദിഷദതി തിഥിർദുരോണസത് നൃഷത് വരസദൃത സദ്വ്യോമ സദബ്ജഃ അബ്ജാ ഗോജാ ഋതജ അദ്രിജാ ഋതം. ഋഗ്വേദപാഠം അതിൽ പറയുന്നതാണ്. സർവത്ര സർവദാ ഗന്താ ശുചൗ ദീപ്തൗ ഭൂലോകേ സീദതീതി ദ്യുസ്ഥാനഃ ഇത്യാദി. ആ ഹിരണ്യവീര്യം അഥവാ ഹിരണ്യരേതസ് എന്നാൽ അഗ്നി എന്നാണ് അതിൻ്റെ അർത്ഥം. ചാതുർഹോത്രം എന്നാൽ ആ സർവയജ്ഞങ്ങളുടെയും പ്രകൃതിയായിരിക്കുന്ന ആ ശ്രൗതകർമ്മം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ സ്വർഗത്തിനും മോക്ഷത്തിനും ദ്വാരഭൂതനും നിത്യനും മനസ്സിൽ സ്ഥിതി ചെയ്യുന്നവനുമായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. ഹിരണ്യവീര്യനും ചാതുർഹോത്രനുമായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൽ ചാതുർഹോത്രം എന്ന വൈദിക കർമ്മത്തെ സാധിപ്പിക്കുന്നവനും വാക്കുകളുടെ അധിഷ്ഠാന ദേവതയുമായിരിക്കുന്ന അഗ്നിസ്വരൂപനായ ഭഗവാന് നമസ്കാരം. പിതൃക്കൾക്കും ദേവകൾക്കും അന്നമായിരിക്കുന്നവനും അമൃതകിരണത്താൽ യാഗസാധനങ്ങളായിരിക്കുന്ന ആ സോമലതാദികളെ അഭിവൃദ്ധിപ്പെടുത്തുന്നതും ആയതുകൊണ്ട് ആ വേദോക്ത ധർമ്മങ്ങളുടെ പാലകനും ആയിരിക്കുന്ന ആ ചന്ദ്രസ്വരൂപനായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. ഇത്രയൊക്കെ വിസ്തരിച്ച് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പറയാനുണ്ട്. അപ്പോൾ ഇവിടെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞതെന്ന് നോക്കാം. സ്വർഗമോക്ഷദ്വാര സ്വർഗത്തിലേക്കും മോക്ഷത്തിലേക്കും കവാടം ആയിരിക്കുന്ന ഹിരണ്യവീര്യ ഹിരണ്യരേതസിൻ്റെ ആ ഹിരണ്യരേതസ്സായിരിക്കുന്ന തേ അങ്ങയ്ക്ക് നമസ്കാരം. ഇത്രേ പറഞ്ഞു. സ്വർഗമോക്ഷദ്വാരായ ഹിരണ്യവീര്യായ തേ നമോസ്തു അതാണ് വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിലേക്കും മോക്ഷത്തിലേക്കും കവാടം ആയിരിക്കുന്ന ഹിരണ്യവീര്യനായിരിക്കുന്ന അങ്ങയ്ക്ക് തേ നമോസ്തു. സ്വർഗമോക്ഷദ്വാരായ ഹിരണ്യവീര്യായ തേ നമോസ്തു എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. 38-ാമത്തെ. നമ ഊർജ ഇഷേത്രിയാഹ പതയേ യജ്ഞരേതസേ തൃപ്തിദായ ച ജീവാനാം നമസ്സർവരസാത്മനെ. നമ ഊർജ ഇഷേത്രിയാഹ പതയേ യജ്ഞരേതസേ തൃപ്തിദായ ച ജീവാനാം നമസ്സർവരസാത്മനെ. പിതൃക്കളുടെ അന്നം ഊർജേ. നമ ഊർജ ഊർജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതൃക്കളുടെ അന്നം. ഇഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവകളുടെ അന്നം. യജ്ഞരേതസ യജ്ഞസാമഗ്രികളെ ഉൽപ്പാദിപ്പിക്കുന്നവനും ആ വേദാധിപതി. ത്രിയാഹ പതയെ എന്ന് പറഞ്ഞാൽ വേദാധിപതിയും ആയിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം.
ജീവരാശികൾക്ക് തൃപ്തിയെ പ്രദാനം ചെയ്യുന്നവനായിട്ട്, തൃപ്തിദായ ച ജീവാനാം, ജീവരാശികൾക്ക് തൃപ്തിയെ പ്രദാനം ചെയ്യുന്നവനായിട്ട്, സർവരസാത്മനെ, സർവസ്വരൂപനായിട്ട് ഇരിക്കുന്ന അങ്ങക്ക് നമസ്കാരം. അതാണ് നമ ഊർജ ഇഷേത്രിയാഹ പതയേ യജ്ഞരേതസേ തൃപ്തിദായ ച ജീവാനാം നമസ്സർവരസാത്മനെ. അപ്പോൾ ഊർജേ എന്ന് പറഞ്ഞാൽ പിതൃക്കളുടെ അന്നമായിട്ടുള്ളതും, ഇഷേ ദേവകളുടെ അന്നമായിട്ടുള്ളതും, യജ്ഞരേതസേ യജ്ഞസാമഗ്രികളെ ഉൽപ്പാദിപ്പിക്കുന്നവനും, ത്രയ്യാഹപതയെ വേദാധിപതിയുമായിരിക്കുന്ന അങ്ങയ്ക്ക് നമഃ നമസ്കാരം. ജീവാനാം ജീവരാശികൾക്ക് തൃപ്തിദായ തൃപ്തിയെ പ്രദാനം ചെയ്യുന്നവനായിട്ട്, സർവരസാത്മനെ സർവരസസ്വരൂപനായും ഇരിക്കുന്ന അങ്ങയ്ക്ക് നമഃ നമസ്കാരം. എന്നും കൂടി പറയാം. ഊർജേ പിതൃക്കളുടെ അന്നമായും, ഇഷേ ദേവകളുടെ അന്നമായും, യജ്ഞരേതസേ യജ്ഞസാമഗ്രികളെ ഉൽപ്പാദിപ്പിക്കുന്നവനും, ത്രയ്യാഹപതയെ വേദാധിപതിയും ആയ അങ്ങയ്ക്ക് നമഃ നമസ്കാരം. ജീവാനാം ജീവരാശികൾക്ക് തൃപ്തിദായ തൃപ്തിയെ പ്രദാനം ചെയ്യുന്നവനായിട്ട്, സർവരസാത്മനെ സർവരസസ്വരൂപനായും ഇരിക്കുന്ന അങ്ങയ്ക്ക് നമഃ നമസ്കാരം. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് ഊർജേ ഇഷേ യജ്ഞരേതസേ ത്രയ്യാഹപതയേ നമഃ ജീവാനാം തൃപ്തിദായ സർവരസാത്മനെ ച നമഃ. എന്നുകൂടി പറയാം. ഊർജേ ഇഷേ യജ്ഞരേതസേ ത്രയ്യാഹപതയേ നമഃ ജീവാനാം തൃപ്തിദായ സർവരസാത്മനെ ച നമഃ. പിതൃക്കളുടെ അന്നമായിട്ടും ദേവകളുടെ അന്നമായിട്ടും യജ്ഞസാമഗ്രികളെ ഉൽപ്പാദിപ്പിക്കുന്നവനും, അതുപോലെ ആ വേദാധിപതിയും ആയിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. ജീവരാശികൾക്ക് തൃപ്തിയെ പ്രദാനം ചെയ്യുന്നവനായിട്ട്, ആ സർവരസസ്വരൂപനായിട്ടും ഇരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. പിതൃക്കളുടെ അന്നമായ ഊർജം, ദേവന്മാരുടെ അന്നമായിരിക്കുന്ന ഇഷ, യജ്ഞങ്ങളുടെ വീര്യം, ദേവന്മാരുടെയും പിതൃക്കളുടെയും അന്നവും ആയിരിക്കുന്ന സോമം, ഇവയ്ക്കും വേദങ്ങൾക്കും അധിപതിയായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. ജീവജാലങ്ങൾക്ക് തൃപ്തിയെ നൽകുന്നതും സർവരസങ്ങൾക്കും നിദാനവുമായിരിക്കുന്ന ജലസ്വരൂപിയായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. ഇഷം, ഊർജം ഇവയെല്ലാം വൈദികങ്ങളാണ്. ഇഷം, ഊർജം, പവനാഭ്യർഷസി ഇതൊക്കെ വേദസൂക്തങ്ങളിൽ നിന്നും ഉള്ള ശബ്ദങ്ങളാണ്. ലൗകിക ഇതിൽ ശബ്ദം വരില്ല എന്നർത്ഥം. യാജ്ഞരേതസ് എന്ന് പറഞ്ഞാൽ സോമൻ, അത് ദേവന്മാരുടെയും പിതൃക്കളുടെയും അന്നമാണ്. ഇങ്ങനെ ആ മഹാവിഷ്ണുവിന് സൂര്യത്വവും സോമത്വവും കൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഈ ശ്ലോകത്തിൻ്റെ ഉത്തരാർദ്ധത്തിൽ ജലത്വവും കൽപ്പിക്കുന്നു. ജലത്തിൻ്റെ തന്മാത്രയാണ് രസം. അപ്പോൾ സർവരസാത്മനെ എന്നതിൽ ആ ഷഡ്രസങ്ങളും ഉൾപ്പെടുന്നു. ജലസംബന്ധിയായിരിക്കുന്ന രസം, മധുരം, പുളി, ഉപ്പ്, എരിവ്, കയ്പ്, ചവർപ്പ് ഇങ്ങനെ 6ആയി വിഭജിക്കപ്പെട്ടുവെന്ന് സുശ്രുത സംഹിതയിൽ പറയുന്നുണ്ട്. സഖൽവാപ്യോ രസഃ ശേഷഭൂത സംസർഗാദ് വിദഗ്ധ ഷോഢാ വിഭജ്യതേ തദ്യഥാ മധുരോ അമ്ലോ ലവണഃ കടുകസ്തിക്ത കഷായ ഇതി. ഇവയുടെ സങ്കരം കൊണ്ട് ആ 63 അർത്ഥം. ത്രയീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദം, ഋക്ക യജുസ്സ സാമം, ആ ത്രയീ വേദങ്ങളുടെ ആ പതി. ത്രയീ വിദ്യാഖ്യാ ച തദ്വിധി എന്ന മീമാംസ സൂത്രത്തിൻ്റെ ഭാഷ്യത്തിൽ ത്രയീ യസ്യ വിദ്യ സ ത്രയീ വിദ്യ യസ്മിൻ വേദാനധീതേ സ ഏവം പ്രഖ്യായത്തെ ത്രയീതി ചൈഷ ശബ്ദാഃ ഋക്സാമ യജുഷു പ്രസിദ്ധഃ ഇത്യാദി യജ്ഞഗുഹ്യമന്നമന്നാദേവ ച സഹസ്രനാമ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിതൃക്കളുടെയും ദേവന്മാരുടെയും അന്നസ്വരൂപനായും വേദരക്ഷകനായിട്ടും സോമസ്വരൂപനായും ഇരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. ജീവികൾക്ക് തൃപ്തി കൊടുക്കുന്നവനും ജലസ്വരൂപനുമായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. അപ്പോൾ മാധുര്യ ഷഡ്രസങ്ങളുടെ സ്വരൂപമായിരിക്കുന്നതും സർവപ്രാണിവർഗങ്ങൾക്കും തൃപ്തിയെ നൽകുന്നതും ആയ
ജലസ്വരൂപനായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. സർവപ്രാണികളുടെ ഓരോ വ്യഷ്ടി ശരീരമായും സമഷ്ടി ശരീരവുമായിരിക്കുന്ന ആ ഭൂമി സ്വരൂപനായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. അപ്പോൾ ഇതിൽ വ്യാഖ്യാനത്തിൽ പിതൃദേവ നാമാന്യരൂപായ, പിതൃദേവകൾക്കും അന്നരൂപം ആയിരിക്കുന്ന സോമരൂപന് നമസ്കാരം. ജലരൂപന് നമസ്കാരം. പിതൃദേവാനാം അന്നരൂപായ, പിതൃദേവകൾക്ക് അന്നസ്വരൂപമായിരിക്കുന്നവനും സോമരൂപായ ചന്ദ്രൻ്റെ സ്വരൂപം ആർന്നവനും ജലരൂപായ ജലസ്വരൂപനുമായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. പിതൃദേവാനാം അന്നരൂപായ സോമരൂപായ ജലരൂപായ തേ നമഃ എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഹരേ കൃഷ്ണ. അപ്പോൾ 38ാമത്തെ ശ്ലോകം വരെ പറഞ്ഞു. സ ഊർജ ഇഷേത്രിയാഹ പതയേ യജ്ഞരേതസേ തൃപ്തിദായ ച ജീവാനാം നമഃ സർവരസാത്മനേ. ഹരേ കൃഷ്ണ.